മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 104 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യാം. എസ്ര 10, നെഹമ്യാവ് 1 മുതൽ 3 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായം. അപ്പോൾ ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പറയാണ്. ആദ്യം നമുക്ക് ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദൈവാലയത്തിന്റെ അറ്റകുറ്റം തീർത്ത 2 സ്വർണ്ണ പണിക്കാരുടെ പേരുകൾ ഏവ? ഉത്തരം ഉസിയേൽ, മൽക്കിയാവ്. നെഹമ്യാവ് 3:8, 31 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കർത്താവിന്റെ വേലയ്ക്ക് തോൾ കൊടുക്കാത്തത് ആര്? ഉത്തരം തെക്കോവ്യരുടെ ശ്രേഷ്ഠന്മാർ. തെക്കോവ്യരുടെ ശ്രേഷ്ഠന്മാർ. നെഹമ്യാവ് 3:5 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 3 അക്ഷരമുള്ള ഒരു പുരുഷനാമം. 1, 2 അക്ഷരങ്ങൾ ചേരുമ്പോൾ കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലം. 1, 3 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു പാനീയം. 2, 3 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പുരുഷന്റെ പേര്. എങ്കിൽ ഞാൻ ആര്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം പാലാൽ. സ്ഥലം പാല. പാനീയം പാൽ. പുരുഷനാമം ലാൽ. ഓക്കെ. നെഹമ്യാവ് 3:25 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: എന്റെ 5 മക്കളുടെ പേരുകൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. 6ാമത്തെ മകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആര്? മകന്റെ പേരെന്ത്? ഉത്തരം ഞാൻ സാലാഫ്. മകൻ ഹാനൂൻ. നെഹമ്യാവ് 3:30 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ: പുതിയ നിയമ പാഠഭാഗത്ത് മറുപേരുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ പേരിൽ നിന്ന് ഒരു അക്ഷരം മാറ്റി മറ്റൊരക്ഷരം ചേർത്താൽ അതേ വാക്യത്തിൽ കാണുന്ന മറ്റൊരു പുരുഷന്റെ പേര് ലഭിക്കും. ഞങ്ങൾ ആരൊക്കെ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ബർഷബാസ്. മറുപേര് യൂദ. ഒരക്ഷരം മാറ്റിയാലുള്ള വ്യത്യാസം ബർന്നബാസ്. അപ്പോസ്തല പ്രവർത്തികൾ 15:22 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു: നെഹമ്യാവ് 4 മുതൽ 7 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം. ഇതാണ് പോർഷൻസ്. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിക്കോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.